സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ 2 പേരെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കണം, അത് എൻ്റെ ഇഷ്ടപ്രകാരം പുറത്താക്കണമെന്ന് ലാലേട്ടൻ പറഞ്ഞ് ജിൻഡോനെയും ഗബ്രീനെയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചു. എന്നിട്ട് ബിഗ് ബോസ് വീടിനകത്തുള്ള ആൾക്കാരൊക്കെ കുഴപ്പമില്ല കയറ്റി വിടുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ലാലേട്ടനും ക്ഷമിച്ചവരൊക്കെ കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ കയറ്റി വിട്ട് ബിഗ് ബോസ് വീട്ടിലോട്ടുള്ള കാര്യം നമ്മൾ അറിയുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ പലവരും ഈ കാര്യം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് എവിക്റ്റ് അല്ലെങ്കിൽ പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ 2 പേർക്ക് നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടായിരുന്നു. പെട്ടെന്ന് 2 പേരും അന്തം വിട്ടുപോയി. അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലുള്ള മറ്റാൾക്കാർ അന്തം വിട്ടുപോയി. എന്നിട്ട് ഇങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ശരി എന്നാൽ എല്ലാവരും നന്നായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, ജിൻഡോയ്ക്ക് യഥാർത്ഥത്തിൽ അവിടെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരും അല്ലെങ്കിൽ കൂട്ടുകാരിയും ആരുമില്ല. പക്ഷേ ഗബ്രിക്കോ ഒരുപാട് പേരുണ്ട്. എല്ലാവരും വന്ന് ഗബ്രീനോട് പറയാമെന്ന്, ശരി കേട്ടോ പോയിക്കോ, നന്നായിട്ട് കളിച്ചോ, കുഴപ്പമില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് അവനോട് സംസാരിക്കുകയാണ്. ജിൻഡോൻ്റെ അടുത്തോട്ട് ആരും വരുന്നില്ല, പാവം കേട്ടോ. അതെനിക്ക് ഇന്നലെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് വിഷമം തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ജിൻഡോ അങ്ങോട്ട് പോയി പറയുകയാണ്, അപ്പോൾ ഒന്ന് ശരിയിട്ട പോട്ടെ എന്ന് ആരും മൈൻഡാക്കുന്ന പോലും ഇല്ല. പക്ഷെ അതേ സമയത്ത് തിരിച്ചു വരാൻ നേരത്ത് രശ്മിൻ്റെ അടുത്ത് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രശ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് കേട്ടിട്ട് എനിക്ക് ഇന്നലെ ചൊറിഞ്ഞു കയറിട്ടോ. ഗബ്രീനെ മാത്രം ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ മതി, ജിൻഡോനെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ജിൻഡോനെ ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് ജിൻഡോ വരണം എന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല, ഗബ്രീനെ മാത്രം തിരിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന്. അപ്പോൾ ലാലേട്ടൻ എടുത്ത വായിക്ക് പറഞ്ഞു, എനിക്ക് ജിൻഡോ ഗബ്രി എന്ന് പറഞ്ഞ 2 പേരില്ലേ, 2 പേരും കുറ്റവാളികളാണ്, പക്ഷെ ഞാൻ കയറ്റുവാണെങ്കിൽ 2 പേരെ തന്നെ കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ ഒരു പവർ ഡയലോഗ് കൊടുത്തു. പക്ഷേ ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നപ്പോൾ ഗബ്രി ഓടിച്ചെന്ന് ഷോ ഒക്കെ കാണിച്ചിട്ട് ജാസ്മിനോട് കെട്ടിപ്പിടിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ പൊളി എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവർക്ക് ആർക്കും അറിയില്ല ജിൻഡോ വന്നിട്ടുണ്ടെന്ന്. എല്ലാവരും ഗബ്രി മാത്രമുള്ളൂ എന്ന് ചോദിച്ചാൽ ഭയങ്കര ചിരിയും കളിയൊക്കെ. അതേ സമയത്ത് ജിൻഡോ പുറത്ത് മുട്ടുകുത്തി നിന്ന് ദൈവമേ എനിക്ക് ഈ അവസരം വീണ്ടും തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഇത്രയും നല്ല പ്ലാറ്റ്ഫോമിൽ തൻ്റെ ഒരു വായിൽ വന്നൊരു ചെറിയ വാക്ക് കാരണം പോകേണ്ട വന്നല്ലോ, അതിന് പോകാണ്ട് തിരിച്ച് കയറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്ദി പറച്ചല്ലോ, അവിടെ കടന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കലേ, അതൊക്കെയാണ് കാണിക്കുന്നത്. ഇദ്ദേഹത്തിന് നമുക്ക് 2 പേരുടെ വ്യത്യസ്ത തരമായിട്ടുള്ള ഗുണങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ജിൻഡോ എത്രയോ ബെറ്ററാണ് ഗബ്രിയേക്കാളിലും. അത് മാത്രമല്ല, തിരിച്ചു വന്നപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കി അംഗങ്ങളെല്ലാവരും ഭയങ്കര ചിരിച്ചു വന്നിട്ട് സ്വീകരിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ പോകാൻ നേരത്ത് ഒരു മനുഷ്യൻ ചിരിച്ചില്ല. പോവുകയാണല്ലോ പിന്നെ എന്തിനാ ഇനി ഒളിപ്പിച്ചുകൊണ്ട് നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ. അതുമാത്രമല്ല, നിങ്ങളടിക്കുന്ന ഓരോ ലൈക്കും എനിക്ക് ഭയങ്കര പ്രചോദനമായിരിക്കും. അതുമാത്രമല്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിൽ 6 പുതിയ കണ്ടസ്റ്റൻസ് വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. അത് ആരൊക്കെയൊക്കെയാണെന്ന് ഞാൻ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. ഫോളോ മീ. ബൈ, സീ യു.